കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ വെയ്റ്റും ഫെർട്ടിലിറ്റിയും സംബന്ധിച്ചാണ്. നിങ്ങളുടെ ശരീരഭാരം നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിന് എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മളുടെ ശരീരത്തിൽ പൊക്കത്തിനനുസരിച്ചിട്ടുള്ള വണ്ണം കൃത്യമായി വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള വണ്ണം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആകും. കൂടുതൽ വണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റും ആകും. പക്ഷേ ഇപ്പം നിങ്ങൾക്കുള്ള വെയ്റ്റിനേലും ഒരു 2 കിലോ മുമ്പോട്ടോ 2 കിലോ പുറകോട്ടോ പോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ല. പക്ഷേ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ വെയ്റ്റിൽ സംഭവിക്കുമ്പോഴേക്കും നിങ്ങൾ അണ്ടർ വെയ്റ്റും ഓവർ വെയ്റ്റും ഒക്കെ ആവുന്നു. ഈ ഹൈറ്റ് നിങ്ങളുടെ വെയ്റ്റിനെ സ്വാധീനം ചെലുത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഏജും ഇതിലൊരു ഫാക്ടറാണ്. അതായത് ഒരു 20 വയസ്സുള്ള ഒരു സ്ത്രീക്ക് 30 കിലോ വണ്ണം എന്ന് പറയുന്നത് അത് അണ്ടർ വെയ്റ്റ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രായവും ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു ഗർഭിണിയാകാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ വെയ്റ്റും നിങ്ങൾ ആ ഗർഭിണിയാകുന്നതിൽ ഒരു ഫാക്ടർ ആവുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ മെൻസ്ട്രേഷൻ എല്ലാം കറക്റ്റായിട്ട് നടക്കാതിരിക്കുകയും ഓവുലേഷൻ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അതുപോലെ നിങ്ങളിൽ എന്തെങ്കിലും തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളിൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല. കൃത്യമായിട്ട് നടന്നാലും ചിലപ്പോൾ നമുക്ക് ആ ഓവുലേഷൻ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യതകൾ കുറയും അല്ലേ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ, ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വെയ്റ്റിനേക്കാളും നിങ്ങളുടെ ശരീരഭാരം വളരെയധികം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ ആ വെയ്റ്റ് നിങ്ങൾക്ക് കൂടുന്നത് വഴിയും നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകും. പീരീഡ് റെഗുലർ ആവാതെ വരും, ഇറഗുലർ ആയിപ്പോവും. നിങ്ങൾക്ക് അപ്പോൾ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്ക് പൊക്കത്തിനനുസരിച്ച് കറക്റ്റായിട്ടുള്ളൊരു വണ്ണം, അതുപോലെ ഏജിനും അനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു വണ്ണം വേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓവർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുക. അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വണ്ണം കൂട്ടാനായിട്ട് നോക്കുക. ദെൻ നിങ്ങളൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ കുഞ്ഞിന് വേണ്ടുന്ന പോഷകങ്ങൾ കിട്ടാതെ വരികയും അതുവഴി നിങ്ങളിൽ മിസ്കാരേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം കുഞ്ഞിനെ യൂട്രസിൽ താങ്ങാനുള്ള അല്ലെങ്കിൽ കുഞ്ഞിനെ ശരീരത്തിൽ വഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് അബോർഷന് കാരണമാകും. എൻ്റെ പല കൂട്ടുകാർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്തവർക്കും അതുപോലെ കൂടെ പഠിച്ച കുട്ടികൾക്കും പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓവർ വെയ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളിൽ ആ പ്രഗ്നൻസിയുടെ സമയത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാം, ഹൈ BP ഉണ്ടാകാനായിട്ടൊക്കെ അത് കാരണമാകും. കാരണം നിങ്ങൾ നടക്കുമ്പോൾ തന്നെ ഭയങ്കര കിതപ്പ് അനുഭവപ്പെടും, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും, ബ്രീത്തിങ് പ്രോബ്ലംസ് അനുഭവപ്പെടും. നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, കുഞ്ഞിനും ബ്രീത്തിങ് പ്രോബ്ലം അനുഭവപ്പെടില്ലേ. കാരണം കുട്ടിക്കും വേണ്ടുന്ന തരത്തിലുള്ള ഓക്സിജൻ അവിടെ കിട്ടാതെ വരുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ വണ്ണം കൂട്ടുക, ഓവർ വെയ്റ്റ് ആണെങ്കിൽ വണ്ണം കുറയ്ക്കുക. ദെൻ നിങ്ങൾ കറക്റ്റായിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു വെയ്റ്റിൽ നിന്നതിന് ശേഷം മാത്രം വേണം നിങ്ങളുടെ വണ്ണം നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഓവർ വെയ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ പ്രഗ്നൻസിക്ക് നോക്കുന്നുണ്ട്, നിങ്ങൾ കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ പല ഡോക്ടേഴ്സും ആ ഒരു സമയത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് നിങ്ങളോട് പറയില്ല. കാരണം വണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. എങ്കിലും ഡോക്ടേഴ്സ് ചെറിയ എക്സസൈസുകൾ ചെയ്യാനും വാക്കിംഗ് ചെയ്യാനൊക്കെ നിങ്ങളോട് പറയും. പക്ഷെ നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അസ്വസ്ഥതകൾ കൊണ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകും, ചിലപ്പോൾ C-സെക്ഷൻ ആയിപ്പോവും. അങ്ങനെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു വെയ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 147 സെൻറ്റിമീറ്റർ പൊക്കമുള്ളൊരു സ്ത്രീക്ക് 41 കിലോ മുതൽ 54 കിലോ വരെയുള്ള വെയ്റ്റാണ് കറക്റ്റായിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു വെയ്റ്റ്. അതുപോലെ
സെൻറ്റിമീറ്റർ അടുത്തുള്ള ഒരു നിങ്ങളെങ്കിൽ 150 നിങ്ങളുടെ ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു വെയിറ്റ് ആയിട്ട് പറയാം. കാരണം അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വെയിറ്റ് ആയിരിക്കും ആ പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ പൊക്കവും കൂടി നിങ്ങളുടെ വണ്ണത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പൊക്കത്തിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വെയിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിൽ കൂടുതൽ വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആയി പോകും. അതിൽ കുറവ് വെയിറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആയി പോവുകയും ചെയ്യും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ളൊരു സ്ത്രീക്ക് ഒരു 49 കിലോ മുതൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു 64 കിലോ വരെയൊക്കെയുള്ള വെയിറ്റുകൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വെയിറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വെയിറ്റ് കറക്റ്റാണോ, നിങ്ങൾ വണ്ണം തീരെ കുറഞ്ഞവരാണെങ്കിൽ വണ്ണം കൂട്ടുക, വണ്ണം വളരെ കൂടിയവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനും അതുപോലെ നിങ്ങളുടെ പീരീഡ് കൃത്യമായിട്ട് നടക്കാനും ഒക്കെ നിങ്ങളുടെ വണ്ണം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ. ദെൻ കമൻറ്റ്സ് ഇടുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ കമൻറ്റ്സ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന കമൻറ്റ് ഫുള്ളായിരിക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ പീരീഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ പീരീഡ് മിസ്സായി എത്ര ദിവസമായി, പീരീഡിൻ്റെ സൈക്കിൾ എത്ര ദിവസത്തേക്കായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്, പ്രഗ്നൻസി സിംറ്റംസ് നിങ്ങൾക്കുണ്ടോ, കാണുന്നുണ്ടോ, നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾ കമൻറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിപ്പോൾ ജസ്റ്റ് പറയുന്നു ഇപ്പോൾ പീരീഡ് മിസ്സായി ചേച്ചി എത്ര ദിവസമായെന്ന് നിങ്ങൾ ചിലപ്പോൾ കൃത്യമായിട്ട് പറയില്ല. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തോ എന്നും നിങ്ങൾ കൃത്യമായിട്ട് പറയില്ല. പീരീഡ് മിസ്സാവുന്ന ആ ദിവസം മുതൽ നിങ്ങൾക്ക് പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടോ എന്നും നിങ്ങൾ പറയില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ അതിന് ആൻസർ ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ താമസം എടുക്കും. അതുപോലെ തന്നെ ഈ സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടി കമൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കമൻറ്റ് ചിലപ്പോൾ മിസ്സായിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഫുള്ളായിരിക്കണം. നിങ്ങൾക്ക് പീരീഡ് ഇപ്പോൾ 21 മിസ്സായെങ്കിൽ ഇപ്പോൾ ഇന്ന് 25 ആണെങ്കിൽ 21 മുതൽ 25 വരെ നിങ്ങൾക്ക് പ്രഗ്നൻസി സിംറ്റംസ് കാണുന്നുണ്ടോ എന്ന് അയക്കാം. അതുപോലെ തന്നെ ഇടയ്ക്ക് സ്പോട്ടിങ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ സ്പോട്ടിങ് വന്നവരാണോ എന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെ കമൻറ്റ് നിങ്ങൾ ഇടുമ്പോൾ ഫുള്ളായിട്ടുള്ള കമൻറ്റ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ എനിക്ക് ആ ഒരു റിപ്ലൈ കറക്റ്റായിട്ട് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.